നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. BMS KST എംപ്ലോയീസ് സംഘ് കുളത്തൂപ്പുഴ ഡിപ്പോയിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ചു. ഭരണകൂട ഭീകരതയുടെ ഇരയായി KSRTCയിൽ അകാല മരണത്തിലൂടെ വിട്ടുപിരിഞ്ഞവർക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗിരീഷ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഈ KSRTCയിലെ ജീവനക്കാർ മാത്രമല്ല, ഈ കേരളത്തിലെ സമസ്ത മേഖലയിലും ജോലിയെടുക്കുന്ന ആൾക്കാരുടെ സ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ വളരെ ദുഃഖകരവും വളരെ വിഷമകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ ജനസമൂഹം കടന്നുപോകുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുടെ ഒരു സമരം നടന്നിരുന്നു. അപ്പോൾ ആ ആശാവർക്കർമാരുടെ സമരത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ നേതാക്കന്മാരും വളരെ പരമപുച്ഛത്തോടുകൂടി ആ സമരത്തെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ പറഞ്ഞ വാക്കുകളെന്ന് പറയുന്നത് നമ്മുടെ ഒരു സംഘടനയ്ക്ക് അനുയോജ്യമായ പദപ്രയോഗങ്ങളാണോ നടത്തുന്നത് ഈ CPMന്റെ നേതാക്കന്മാർ ആത്മപരിശോധന നടത്തും. സാംക്രമിക രോഗങ്ങൾ പടർത്തുന്ന അങ്ങനെയുള്ള അസുഖങ്ങൾ പടർത്തുന്ന നേതാക്കളാണ് തലസ്ഥാന നഗരിയിൽ സമരം നടത്തുന്നത് എന്നാണ് അവിടുത്തെ നമ്മുടെ ആശാവർക്കർമാരെ കുറിച്ചും അവിടുത്തെ നേതാക്കന്മാരെ കുറിച്ചും ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു. BMS അഞ്ചൽ മേഖലാ സെക്രട്ടറി അഞ്ചൽ സന്തോഷ്, BMS പ്ലാന്റേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീഹരി, അച്ചൻകോവിൽ KST എംപ്ലോയീസ് സംഘ നേതാക്കളായ P ശ്രീകുമാർ, ബിനിൽ, വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, കുളത്തൂപ്പുഴ. നമ്മളിന്ന് കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും ഇടതു ഭരണകൂടത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവനക്കാർ നിരന്തരം വീട് മരിക്കുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ആ ഒരു സാഹചര്യം മാറുവാൻ വേണ്ടിയിട്ട്, സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും ഇന്ന് നമ്മളൊരു പ്രതിഷേധ ജ്വാല നടത്തുകയാണ്. ഭരണകൂടത്തിൻ്റെ പ്രവൃത്തി മൂലം അകാല മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവനക്കാരായി സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന് സർക്കാരിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷ ഭരണത്തിൽ കയറിയിട്ട് 9 വർഷത്തോളമായെങ്കിൽ തൊഴിലാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനോ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുവാനോ അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ നൽകുവാനോ ഒന്നും നമ്മുടെ ഈ സർക്കാരിന് സാധിക്കുന്നില്ല.